ഹലോ കൂട്ടുകാരെ, വീഡിയോയിലേക്ക് സ്വാഗതം. അതായത് നമ്മളിപ്പോൾ ഒരു ഫേസ് മാസ്ക് ആണ് തെർമോക്കോളിൽ എങ്ങനെ ചെയ്യാമെന്നതിനെ കുറിച്ചിട്ട് ഒരു ഇതാണ്. നമ്മൾ തലയിൽ കൂടി ഇൻസേർട്ട് ചെയ്ത് ഫുൾ കവറായിട്ട് വരുന്ന ഒരു ഫേസ് മാസ്കാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ഈ തെർമോക്കോൾ എന്ന് പറഞ്ഞ സാധനം എല്ലാവർക്കും അറിയാമായിരിക്കുമെന്ന് കരുതുന്നു. ഈ തെർമോക്കോൾ പല രൂപത്തിലും പല അളവിലും നമുക്ക് വാങ്ങാൻ കിട്ടും. ഇത് ഇച്ചിരി കട്ടിയുള്ള ടൈപ്പാണ്. ഏകദേശം ഒരു 10 സെൻറ്റിമീറ്ററോളം തിക്നെസ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു രൂപമാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഏകദേശം അത് വെറുതെ ഒന്ന് റഫ് സ്കെച്ച് ചെയ്താണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചും കൂടെ വ്യത്യാസം വരും, എന്നാലും അതുപോലൊരു രൂപമാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ഈ റൗണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് തലയിൽ കൂടെ നമുക്ക് താഴോട്ട് ഇറക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് റൗണ്ട് ആദ്യം കട്ട് ചെയ്ത്. അപ്പോൾ അങ്ങനെ ഒരു ലെയർ കട്ട് ചെയ്ത് രണ്ട് ഷീറ്റ് വെച്ചിട്ട് അത് കട്ട് ചെയ്ത് ഉള്ളു കട്ട് ചെയ്തിട്ട് പിന്നെ ഇതിൻ്റെ സൈഡ് ഒട്ടിച്ചിട്ട് ഇതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ ആദ്യം ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുക്കാമെന്ന് തീരുമാനിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ സാധാരണ ഈ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യുന്ന ചെറിയ പിച്ചാത്തിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് നമുക്ക് പല രൂപത്തിൽ ചെയ്യാം. ഇത് തെർമോക്കോൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫിലമെൻ്റ് പോലത്തെ ഒരു സംഭവം നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അതായത് അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കമ്പിയുണ്ട്, നിക്രോ വയർ എന്നാണ് അതിന് പറയുന്നത്. നിക്രോ വയറിലേക്ക് ഒരു പ്രത്യേക അനുപാതത്തിൽ വൈദ്യുതി ആംപിയറും സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ കമ്പി ഉരുകി ചൂടായി നിൽക്കും. അപ്പോൾ ആ ചൂടാകുന്ന സമയത്ത് നമുക്ക് ഇഷ്ടാനുസരണം കട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഉള്ളൊരു സാഹചര്യം നമുക്കിപ്പോൾ ഇതിന് ആവശ്യമില്ലാത്തതുകൊണ്ടാണ് നമുക്കിത് ഏറ്റവും കംഫർട്ടബിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കത്തി, ഇതുപോലുള്ള ചെറിയ ടൂൾസുകളൊക്കെ ഇതിന് നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഈ ഷേപ്പ് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തെർമോക്കോൾ പീസൊക്കെ ഒട്ടിച്ച് ഷേപ്പാക്കി എടുക്കാൻ പറ്റും. നമുക്ക് എത്രമാത്രം വേണം തെർമോക്കോൾ നമുക്ക് ഒട്ടിച്ചൊട്ടിച്ച് ഫെവിക്കോൾ ഉപയോഗിച്ച് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒട്ടിച്ച് എടുത്ത സാധനം നമ്മൾ ആവശ്യ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ പിന്നെ നമുക്ക് ഷേപ്പ് ആക്കാനും അതിനെ സ്മൂത്ത് ആക്കാനും ഒക്കെ നമ്മൾ ഈ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ എത്രമാത്രം സ്മൂത്താക്കി ചെയ്യണോ അത്രമാത്രം നമുക്ക് സ്മൂത്താക്കി നമ്മുടെ ഷേപ്പിൽ, അതുപോലെ തന്നെ എന്തെങ്കിലും ചെറിയ ചെറിയ ഡിസൈൻസൊക്കെ വേണമെങ്കിൽ തന്നെ അത് കത്തി ഉപയോഗിച്ച് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഈ പേപ്പർ തന്നെ മടക്കിയിട്ട് സാൻഡ് പേപ്പർ മടക്കിയിട്ട് അതുകൊണ്ട് ചെറുതായിട്ട് ഉരച്ച് അതിൽ നമുക്ക് ഷേപ്പൊക്കെ ഉണ്ടാക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ചെറിയ ടൂള് അത് ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ അതിന് ഒരു പ്രശ്നം വെച്ചാൽ ഭയങ്കരമായിട്ട് പൊടി വരും. ഈ തെർമോക്കോളിൻ്റെ പൊടി മുഴുവൻ നമ്മൾ വളരെ മൈന്യൂട്ടായിട്ടുള്ളതായതുകൊണ്ട് ഉള്ളിലേക്ക് ശ്വസിക്കുകയും ചെയ്യും. അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ പിന്നീട് നമുക്കുണ്ടാകും. അതുകൊണ്ട് തെർമോക്കോൾ പോലുള്ള സാധനങ്ങളൊക്കെ ചെയ്യുമ്പോൾ ടൂൾ ഉപയോഗിക്കാതെ മാനുവലായിട്ട് തന്നെ കട്ട് ചെയ്ത് പേപ്പർ ഉപയോഗിച്ചൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് പൊടിയുടെ ഉപദ്രവം കുറയും. ഇതിപ്പം ഒരു റഫ് രൂപമായിട്ടുണ്ട് ഏകദേശം. ഇനി പല പ്രാവശ്യം നമ്മൾ ചേഞ്ച് ചെയ്ത് നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത് ആ രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതാണ് ഈ തെർമോക്കോളിൻ്റെയൊക്കെ ഒരു പ്രത്യേകത. ഇനിയിപ്പോൾ എവിടെയെങ്കിലും കട്ട് ചെയ്തത് കൂടിപ്പോയാലും അവിടെ ചെറിയ പീസ് കട്ട് ചെയ്ത് വെച്ചിട്ട് ഇൻസേർട്ട് ചെയ്ത് വെച്ച് ഒട്ടിച്ച് വീണ്ടും നമുക്ക് ആ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്തൊക്കെ പോകാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ തന്നെ നമ്മൾ മൂക്കിനുള്ള തള്ളൽ എക്സ്ട്രായാണ് വെച്ചിരിക്കുന്നത്. മൂക്കിന് അത്രയും തള്ളലേ നമ്മൾ കട്ട് ചെയ്ത് അല്ലെങ്കിൽ അത്രയും കാർവ് ചെയ്ത് വേസ്റ്റാക്കി കളയണ്ടേ. അപ്പോൾ ആ മൂക്ക് കുറച്ച് ഭാഗം നമ്മൾ വേറൊരു പീസ് വെച്ച് ഒട്ടിച്ചിട്ട് ചെയ്ത് കാർവ് ചെയ്ത് സെറ്റാക്കി എടുക്കുക. അപ്പോൾ പിന്നീട് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്തിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്താൽ മതി. വലിയ ഷീറ്റൊക്കെ കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ കത്തി കൊണ്ട് മുറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ ഈ വാൾ ഉപയോഗിച്ച് കട്ട് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ചെറിയ വാൾ ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ ഷേപ്പുകളൊക്കെ അറിയാം. ഇതൊരു ഭീകരജീവിനെയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ കൊമ്പും നാക്കും എല്ലാം നമ്മൾ ഉണ്ടാക്കണം. അതെല്ലാം വേറെ ഉണ്ടാക്കിയിട്ട് ആണ് നമ്മളത് സെറ്റ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ചെയ്യുന്നത് ഈ കൊമ്പ് അതിലേക്ക് ഫിറ്റ് ചെയ്യാനായിട്ടുള്ളൊരു കൊമ്പിൻ്റെ രൂപം ഇതൊന്ന് വെട്ടിയെടുക്കുക. ഒരു ചെറിയ പീസ് എടുത്തിട്ട് അതിന് വെട്ടിയെടുത്തിട്ട് അതിന് നമ്മൾ ഈ ആനക്കൊമ്പൊക്കെ പോലെ ഏകദേശം വരും. അത് ഉരുട്ടിച്ചെത്തി ഷേപ്പാക്കി പേപ്പർ പൊടിച്ച് മിനുസാക്കി എടുക്കുക. അങ്ങനെ എടുത്ത ഒരെണ്ണമാണ് അതോടെ താഴെ ഇരിക്കുന്നത്. അടുത്തതൊന്ന് കട്ട് ചെയ്തുകൊണ്ടിരിക്കുക.
ആദ്യമേ നമ്മളൊരു ഷേപ്പ് കട്ട് ചെയ്തിട്ട് ആ ഷേപ്പ് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിനെ നമ്മൾ മുറിച്ചിട്ട് വീണ്ടും തിരിച്ചോ മറിച്ചോ വെച്ചൊക്കെ നമുക്ക് ആ ഷേപ്പ് മാറ്റിയെടുക്കാൻ പറ്റും. ഇതൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവൻ കാണും. അപ്പോൾ ഓരോ ഭാഗവും കട്ട് ചെയ്ത ഭാഗമൊക്കെ മനസ്സിലാവും. എന്നാലും മുഴുവനായിട്ടും പൂർണ്ണമായിട്ടും നമ്മൾ വീഡിയോ എടുക്കുന്നില്ല. കാരണം ഒരു വർക്ക് ചെയ്യുമ്പോൾ മൊത്തം വീഡിയോ എടുത്തു കഴിഞ്ഞാൽ വലിയ ലെങ്തി വീഡിയോ ആയി പോകും. അത് കട്ട് ചെയ്ത് കുറേശ്ശെയാണ് എടുക്കാറ്. എല്ലാ വീഡിയോയിലും പറയുന്ന കണക്ക് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്കും ഒരു ഉപകാരമാണ്, നിങ്ങൾക്കും അതുകൊണ്ടുള്ള ഗുണം. ഞാൻ എന്തെങ്കിലും വീഡിയോ ഒക്കെ ഏതെങ്കിലുമൊക്കെ സമയത്തിട്ടാൽ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും, കാണാൻ സാധിക്കും. കാരണം ഞാൻ ഒരു ജോലി ചെയ്യുന്ന വ്യക്തി ആയതുകൊണ്ട് അതിൻ്റെ കിട്ടുന്ന ഫ്രീ ടൈമിലാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തിടാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് എനിക്കൊരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. അപ്പം തിരക്ക് വളരെ കൂടുതലുള്ള ഒരു വ്യക്തി ആയതുകൊണ്ടാണ്. ഇപ്പോൾ ഏകദേശം തലയുടെ ഒരു കുറച്ച് ഭാഗം ഞാൻ മുഖത്തിൻ്റെ കുറച്ച് ഭാഗമൊക്കെ ചെയ്തു. അപ്പം ഇനിയിപ്പോൾ നമ്മൾ ഈ കണ്ണ് ഷേപ്പിന് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ കുഴിഞ്ഞ് വരാനുള്ള ഭാഗമെല്ലാം ചെറിയ കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്ത് ഷേപ്പാക്കിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ ആ കൃഷ്ണമണിയുടെ ഭാഗം നമ്മൾ റൗണ്ടിൽ തുരന്ന് ഹോളാക്കും. ഹോളാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഭീകരാവസ്ഥയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ കൊമ്പ് ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് സ്മൂത്ത് ചെയ്യണം. അങ്ങനെ താടിയുടെ ഭാഗം അറ്റാച്ച് ചെയ്തു, ചെവി അറ്റാച്ച് ചെയ്തു. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ വായൊക്കെ നമ്മൾ ഒന്ന് തുറന്നു വെച്ചു, പല്ലൊക്കെ ഒന്ന് കട്ട് ചെയ്തു. അങ്ങനെ നമുക്ക് ഒരു ഡ്രോയിങ് ഇല്ലാതെയാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത്. നമ്മളൊരു ഉദ്ദേശം വെച്ചുമ്പോൾ റഫായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ശരിക്കും ഒരു ഫോട്ടോ ഒക്കെ വെച്ചാൽ നമ്മൾ ചെയ്യുന്നെങ്കിൽ നമുക്ക് അതിനെ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. നമുക്കൊരു ഫോട്ടോ ഇല്ലായിരുന്നു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ചെറിയ ഐഡിയ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. നമ്മുടെ വർക്കുകൾ സൂക്ഷ്മം നിങ്ങളൊക്കെ നിരീക്ഷിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായും ബന്ധപ്പെടുക. ഫോൺ നമ്പറിൽ അല്ലെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. അത് തീർച്ചയായും അതിന് മറുപടി തരാം. എന്തെങ്കിലും സഹായം ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞു തരേണ്ടതൊക്കെ പറഞ്ഞു തരാൻ മടിയൊന്നുമില്ല. അതുകൊണ്ട് ആർക്കെങ്കിലും നമ്മുടെ വീഡിയോകൾ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ സംശയമുണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാവുന്നതാണ്. വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഓരോരോ ഘട്ടമായിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ നമ്മളും കട്ട് ചെയ്താണ് വീഡിയോ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ ബോറടി ഇല്ലാതെ നമുക്ക് ഈ വീഡിയോ കംപ്ലീറ്റ് കാണാൻ പറ്റും. കാരണം A to Z കാണിക്കാൻ പോകുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് വീഡിയോ കട്ട് ചെയ്ത് ഇടാറ്. നമുക്ക് ആ കൊമ്പൊന്ന് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ കൊമ്പിൻ്റെ ആ അളവനുസരിച്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ട് അവിടെ നമ്മൾ ഉള്ളിലേക്ക് തുറന്ന് വെച്ചതിന് ശേഷം ആ കൊമ്പിൻ്റെ സൈഡ് കുറച്ച് കട്ട് ചെയ്ത് കളയും, ഒരു ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരുവത്തിന്. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തിട്ട് അതിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ കാര്യമായിട്ട് അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സുഹൃത്താണ്, അദ്ദേഹത്തിൻ്റെ പേര് അനിൽ. അദ്ദേഹം വലിയ ആർട്ടിസ്റ്റാണ്. ഒത്തിരി സംഭവങ്ങൾ ഒമാനിൽ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വർക്കാണിത്. പുള്ളിയെ സഹായിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം അതിൻ്റെ പണിപ്പുരയിലാണ് ഞങ്ങൾ രണ്ടുപേരൂടെ ചേർന്നാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ പീസുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. പുറവശത്തൊക്കെ തലയൊട്ടിയുടെ ഭാഗമൊക്കെ എങ്ങനെയാണ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. അങ്ങനെ അത് ഏകദേശം ബാക്ക് സൈഡൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പം കൊമ്പ് സെറ്റ് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ കൊമ്പ് നമ്മൾ ആദ്യത്തെ ഷേപ്പിൽ നിന്ന് മാറ്റിയിട്ട് വേറെ ഷേപ്പിലേക്ക് ഇപ്പം കട്ട് ചെയ്ത് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഷേപ്പ് ഇങ്ങനെ കുറച്ചുകൂടെ ഭീകരാവസ്ഥ വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ കൊമ്പിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് ചെറിയ രീതിയിൽ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്നത്. പല രൂപത്തിൽ നമ്മളത് മാറ്റിയും മറിച്ചും വെച്ച് നോക്കിയിട്ട് അവസാനം ഏതാണോ ഇഷ്ടപ്പെടുന്നത് ആ രീതിയിൽ നമുക്കത് ഫൈനൽ ചെയ്യാം. തെർമോക്കോൾ ആയതുകൊണ്ട് എങ്ങനെ വെള്ളം കട്ട് ചെയ്തോ തിരിച്ചോ മറിച്ചോ ഒക്കെ അത് വെക്കാൻ പറ്റും.
അപ്പോൾ ഇത് അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ താടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിവശത്തേക്ക് നാക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നാക്ക് എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഏകദേശം ഒരു വളച്ചൊരു ഷേപ്പിൽ നമ്മളത് കട്ട് ചെയ്ത് ഇനി അതും നമ്മളൊന്ന് പേപ്പറൊക്കെ പിടിച്ച് സ്മൂത്താക്കി നാക്ക് ഇങ്ങനെ വെളിയിലേക്ക് തള്ളിയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അത് കൊണ്ടുവരണം. അപ്പോൾ അതിൻ്റെ ഒരു കട്ടിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇനി അത് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിതിനു വേണ്ടിയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഫെവിക്കോളാണ്. മറ്റു പശകളൊന്നും വേണം നിർബന്ധമില്ല. ഫെവിക്കോള്, ഫെവി ബോണ്ട് അങ്ങനെ പല ഒരു പേരിൽ വരുന്ന ഈ തടി വുഡ് ഒട്ടിക്കാൻ വരുന്ന പശകളാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഇതിന് തെർമോക്കോളിനൊരു പ്രത്യേകമുണ്ട്. ഓയിൽ വീണ് കഴിഞ്ഞാൽ, അതായത് പെട്രോള്, അതുപോലെ തന്നെ ഇനാമൽ പെയിൻറ്റ്, അങ്ങനെയുള്ള ടർപ്പൻറ്റൈൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിലേക്ക് വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ഉരുകിപ്പോവും. നമ്മൾ ആ കൊമ്പിലൊരു ഡിസൈൻ സെറ്റ് ചെയ്യാന്ന് വെച്ചു. അപ്പോൾ വെറുതെ കൊമ്പ് ഇങ്ങനെ പ്ലെയിനായിട്ടിരിക്കുന്ന ഒരവസ്ഥയിൽ നമ്മുടെ ഈ ഒരുതരം മാനുണ്ടല്ലോ, മാൻ്റെ കൊമ്പ് ഇങ്ങനെ ഈ റിങ് പോലെയല്ലേ എന്ന് പറഞ്ഞാൽ തന്നെയാണ് ഇതിൻ്റെ കൊമ്പും കുറച്ചുകൂടെ ഒരു റഫ് ആയിട്ടാണ് ഉള്ളത്. റിങ്ങായിട്ട് ആണ്, അതായത് ഒരു ടെക്സ്ചർ അതുകൊണ്ട്. അപ്പോൾ അതുമൊക്കെ ചെയ്തു. ഇതിപ്പോൾ നമ്മൾ തലയിലൊന്ന് വെച്ച് നോക്കിയത് എങ്ങനെ ഉണ്ടെന്നത്. അപ്പോൾ ഇത് ഈ രൂപത്തിൽ ഏകദേശം ഇത് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ വരുന്നത് കണ്ടല്ലോ. ഇതാണ് ഏത് രൂപത്തിലും നമുക്ക് നടക്കാം. ഇനി ഇതിൻ്റെ ആ ഹെയറെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ രൂപം കുറേ കൂടെ മാറും. പിന്നെ ഇതെല്ലാം പെയിൻറ്റ് ചെയ്ത് അവനെ നമുക്ക് വേറൊരു ലുക്കിലേക്ക് ഇനി മാറ്റണം. ഇപ്പോൾ ഏകദേശം എൻ്റെ ആ ഒരു ബോഡിയുടെ സ്ട്രക്ചർ കഴിഞ്ഞിട്ടുണ്ട്. ബാക്ക് സൈഡൊക്കെ കണ്ടാൽ മനസ്സിലാവുമെന്ന് കരുതുന്നു. നമ്മളൊന്ന് ചെറുതായിട്ട് പെയിൻ്റൊക്കെ അടിച്ചു, ഫസ്റ്റ് കോട്ട് അടിച്ചു, ലൈറ്റൊക്കെ ഒന്ന് സെറ്റാക്കി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ലൈറ്റ് മുടിയുടെ തലയുടെ പുറവശത്തായിട്ട് അതിൻ്റെ സ്വിച്ചും ഒക്കെ വെച്ച് ബാറ്ററിയൊക്കെ വെച്ച് സെറ്റാക്കി. അങ്ങനെ നമ്മളിനി അടുത്ത അതിന് നമുക്ക് ഈ എന്താ പറയുന്നത് ഈ മുടിയൊക്കെ വെച്ച് പിടിപ്പിക്കണം. മുടി എന്ന് പറഞ്ഞാൽ താടി, മുടിയില്ല, മുട്ടയാണ് ഈ സംഭവം. താടിയൊക്കെ വെച്ച് ഒന്ന് സെറ്റാക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫെവിക്കോൾ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇതിനുവേണ്ടി നമ്മൾ ഈ ഉപയോഗിച്ച ഹെയർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഫൈബർ നാരുകളാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ ജിപ്സം വർക്ക് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു തരം നാരാണ്, ഫൈബറിൻ്റെ. അപ്പോൾ അതിങ്ങനെ ബണ്ടിൽ കണക്കിൽ നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഈ സാധനം നമ്മൾ ഇങ്ങനെ കുറേശ്ശെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ലെയർ ബൈ ലെയറായിട്ട് നമ്മളിതിലേക്ക് ഫെവിക്കോൾ ഉപയോഗിച്ച് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സിമ്പിളായിട്ട്. ഇതിപ്പം നമ്മൾ ഈ ഒത്തിരി റിയലിസ്റ്റിക്കായിട്ട് ആവശ്യമില്ല. ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് രാത്രി സമയത്തുള്ള ഒരു ഉപയോഗമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ ഡീറ്റെയിലായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഹെയർ ആണെങ്കിലും കട്ടിക്കായിട്ട് വെച്ച് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് സിംഗിൾ ഹെയറായിട്ട് നമ്മൾ ഒട്ടിക്കുകയാണെങ്കിൽ വളരെ നാച്ചുറലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് അതിൻ്റെ അത്രയും ആവശ്യമില്ല. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഡീറ്റെയിലായിട്ട് ആർക്കെങ്കിലും ചെയ്യണമെങ്കിൽ ഇത് കട്ടിയായിട്ട് വെക്കണമെന്നില്ല. കുറേശ്ശെ കട്ട് ചെയ്തിട്ട് അത് ഇങ്ങനെ കറക്റ്റ് വെച്ച് വരിക. അങ്ങനെ വരുമ്പോഴത്തേക്ക് കുറേ കൂടെ ഫ്രീ ആയിട്ട് കിടക്കും. അല്ലേ, അത് വേണമെങ്കിൽ നമുക്ക് ഈ ചുരുളികളായിട്ടൊക്കെ നമുക്ക് ആക്കി വെച്ച് ചെയ്തൊക്കെ ചെയ്യും. ചുരുണ്ട മുടി പോലെയൊക്കെ ആക്കണമെങ്കിൽ ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏകദേശം അതിൻ്റെ ഒരു ലുക്കൊക്കെ വന്നപ്പോൾ കളറൊക്കെ അടിച്ചു അവനെ കുറച്ച് ഭീകരാവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം.